നമ്മളന്ന് ഉള്ളി നട്ടില്ലായിരുന്നു. നമ്മൾ നട്ടത് ഒരു വരമ്പേ കൂടെയാണ് നട്ടത്. ആ ഉള്ളിയാണ് ദേ ഈ നിൽക്കുന്നത്. ഹായ്, ബിൻസീസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എറണാകുളം യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ 10 മണിയായി വന്നപ്പോൾ. 8 മണിയായപ്പോൾ വന്നായിരുന്നു. അപ്പോൾ മക്കൾ ജെഫിനും ജെറിനും കൂടെ അങ്ങോട്ട് കുമളിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കുഞ്ഞു ഭക്ഷണം കഴിക്കുകയും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേനും 10 മണിയായി. അപ്പോൾ ഞാൻ വന്ന ഉടനെ രാത്രി ലൈറ്റ് വെട്ടമൊക്കെ തെളിച്ച് ഇങ്ങോട്ട് വന്ന് നോക്കിയായിരുന്നു ഉള്ളിയൊക്കെ നട്ടിട്ട് പോയത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ ചേട്ടായി എന്നും അപ്ഡേറ്റ് തരുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ കൃഷി ഉണ്ടായിരുന്നതെല്ലാം മ്ലാവ് കയറി തിന്നിട്ട് വരുന്നു. മ്ലാവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, വലിയ ഒട്ടകം പോലെ ഇരിക്കും, പശുവിനെക്കാട്ടിലും വലുതാണ്. കയറിയ ഒരു പ്രദേശം മുഴുവൻ അങ്ങ് തിന്നിട്ട് പോകും. മറ്റേ കേഴയെന്ന് പറഞ്ഞാൽ ആട്ടുംകുഞ്ഞ് പോലെ ആയിരിക്കുന്നത്, അത് കുറച്ചേ തിന്നുള്ളൂ. പക്ഷേ മ്ലാവ് കയറിയ ഒരു പ്രദേശം മുഴുവൻ തീർത്തിട്ടേ പോകും. ഞാൻ ഇവിടുന്ന് പോയതിൻ്റെ പിറ്റേ ദിവസം ചേട്ടായി വിളിച്ച് പറഞ്ഞായിരുന്നു സുക്കിനി നിന്നത് മൊത്തം തിന്നിട്ട് പോയെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ ബീൻസ് കായ്ച്ച് നിന്നില്ലേ, ഫുള്ള് തിന്നിട്ട് പോയി. ഈ ആഴ്ച പറിക്കേണ്ട ബീൻസായിരുന്നു, ഇഷ്ടം പോലെ ബീൻസ് ഉണ്ടായിരുന്നു, മൊത്തം തിന്നിട്ട് പോയി. അപ്പം ഈ പുതിയൊരു മ്ലാവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ഇവിടെ മ്ലാവൊക്കെ ഉണ്ട് അതിനകത്ത്, പുറത്ത് മ്ലാവും കിഴയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇത്രയും ശല്യമില്ലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മ്ലാവാണ് സ്ഥിരമായിട്ട് കയറിയത്. ഭയങ്കര തീറ്റയും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കയറിയ ഒരു പ്രദേശം മുഴുവൻ അങ്ങ് നിന്നിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള കൃഷി കാഴ്ചകൾ കാണാം. മ്ലാവെല്ലാം ഏകദേശം മെഴുകിയൊക്കെ ഇട്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ അതിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്നേന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഉള്ളി കാണാം ആദ്യം, എന്നിട്ട് പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കാം. എന്നിട്ട് നമുക്ക് നിലം തൊടാതെ ഓടിയാലാണ് നമുക്ക് ആ കൃഷി അതുപോലെ നമുക്ക് അടുത്ത പ്രാവശ്യത്തതാക്കിയെടുക്കാൻ പറ്റുന്നത്. നിലവിലിപ്പോൾ ഒരു വേറെ പുതിയതായിട്ടൊരു കാര്യങ്ങളും നടക്കത്തില്ല. കാരണം ഇവിടെ തന്നെ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. എന്ത് മൃഗശല്യമുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നിലവിൽ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നിലവിൽ ഇതുവരെ ഒരു പട്ടി വളർത്തലൊന്നുമില്ല. അപ്പോൾ ഒരു കുഞ്ഞു പട്ടിക്കുഞ്ഞിനെയൊക്കെ മേടിച്ച് അല്ലെങ്കിൽ എവിടുന്നേലും കൊണ്ടുവന്നിട്ട് വളർത്തണം. അപ്പം പട്ടി കുരയ്ക്കുമ്പോഴൊക്കെയുള്ള നമുക്ക് പെട്ടെന്ന് ഇറങ്ങി നോക്കാമല്ലോ, ചിലത് നമ്മൾ അറിയാതെ പോകത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളന്ന് ഉള്ളി നട്ടില്ലായിരുന്നു. നമ്മൾ നട്ടത് ഒരു വരമ്പേ കൂടെയാണ് നട്ടത്. ആ ഉള്ളിയാണ് ദേ ഈ നിൽക്കുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഉള്ളിയായിട്ടുള്ള വിത്ത് മേടിച്ചിട്ടാണ് നട്ടത്. അതുപോലെ തന്നെ ഇങ്ങനെ ചെരിച്ച് കുത്തണം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു, സംഭവമാണിത്. നമ്മുടെ കുക്കുംബറിന് ഇടവിളയായിട്ടായിരുന്നു നമ്മൾ ഉള്ളി നട്ടിരുന്നത്. ഇത് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഇടവിളയായിട്ട് നടാത്ത ഒരു സാധനം കിളിർത്ത് വരുന്നുണ്ട്, കുപ്പച്ചീര. നിങ്ങൾക്കറിയാലോ, ഇവിടെ ഇങ്ങനെ എപ്പോഴും കുപ്പച്ചീര ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉള്ളി നമുക്കിത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിങ്ങനെ അങ്ങ് വരെ നട്ടിട്ടുണ്ട് നമ്മൾ. ഇവിടെയായിരുന്നു നമ്മുടെ ബീൻസ് കായ്ച്ച് കിടന്നത്. ഞാൻ വീഡിയോ ഇട്ടിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ളതൊഴിച്ച് ഇപ്പുറത്തോട്ട് തൂങ്ങിക്കിടന്ന സകല സാധനവും നമ്മുടെ മ്ലാവ് തിന്നിട്ട് പോയി. പിന്നെ നമുക്കിനി തക്കാളി കാണാം. അപ്പോൾ ഈ വശത്ത് നമ്മൾ ഉള്ളി നട്ടത് തക്കാളിയുടെ ഇടവിളയായിട്ടായിരുന്നു. അപ്പോൾ തക്കാളി നമ്മൾ പോയപ്പോൾ കുഞ്ഞായിട്ട് നിന്ന തക്കാളിയായിരുന്നു. ഇത്ര വളർന്നിട്ടുണ്ട്. ഇതങ്ങ് വരെയുണ്ട്, ഞാനന്ന് വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു. തക്കാളി അങ്ങ് വരെയുണ്ട്, ഉള്ളിയും അങ്ങ് വരെ. ഇതൊരു വഴിയാണ് കേട്ടോ, ആ വഴിയുടെ 2 സൈഡിലുമാണ് ഇത്. തോർത്ത് ചെറിങ്ങോട്ടേ. അപ്പോൾ വന്നപ്പോൾ ഒരുപാട് പേരും ചോദിച്ചത് പിന്നെ വന്ന് കാണുന്ന കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത്, വരുമ്പോൾ ഒന്നും കാണാനില്ല, അതുകൊണ്ടാണ് എല്ലാവരോടും വരണ്ടെന്ന് പറയുന്നത്. കാരണം ഞാനീ കാണിക്കുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നിങ്ങൾ വന്നാൽ കാണാൻ പറ്റിയ ഒരു വലിയ സംഭവങ്ങൾ ഇവിടെ ഇല്ല. നമുക്കിനി അതെല്ലാം സെറ്റാക്കി എടുക്കണം. ഒന്നാമത് നമ്മൾ സ്ട്രോബെറിക്ക് വേണ്ടിയിട്ടാണ് വലിയൊരു സമയം മാറ്റി വെച്ചത്. പക്ഷേ സ്ട്രോബെറിയിൽ നമുക്ക് കുറച്ച് പണി കിട്ടി, നല്ല തൈയല്ല കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ സ്ട്രോബെറി നമുക്കൊരു വലിയ സംഭവമായിട്ട് ഞാനതൊരു വാണിജ്യ കൃഷി പോലെ തന്നെ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. വലിയൊരു വാണിജ്യ കൃഷിയൊന്നും പ്രതീക്ഷിക്കേണ്ട, മുടക്കുമുതൽ കിട്ടിയാൽ ഭാഗ്യം, അത്ര മാത്രമേ കരുതുന്നുള്ളൂ. കിട്ടാൻ സാധ്യതയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പോയപ്പം കുറച്ച് കടല നട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കടല എങ്ങനെയാണെന്ന് നോക്കാം.
അതിന് മുമ്പായിട്ട് നമ്മളൊരു കപ്പള ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു, അവനും ഇവിടെ ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ചൈതന്യയിൽ അവാർഡ് മേടിക്കാൻ പോയപ്പോൾ 5 മാസം കൊണ്ട് കുലയ്ക്കുന്ന ഒരു വാഴ, ഏത്തവാഴയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു 5 എണ്ണം മേടിച്ച് വെച്ച്, 5 എണ്ണം 10 തയ്യങ്ങാണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്ര ആയി നിൽപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ട പരിസരത്ത് തന്നെയാണ് കേട്ടോ. കടല കിളിർത്ത് വന്നതേ ഉള്ളൂ, കിളിർത്ത് വരുന്നതേ ഉള്ളൂ. വലിയൊരു ആരോഗ്യമൊന്നും കാണുന്നില്ല, എങ്കിലും കുഴപ്പമില്ലാതെ മിടുക്കന്മാരായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വൈറൽ വാഴ പഴുത്തു. നമ്മുടെ ചേട്ടായി പണിത്തിരക്കിനിടയ്ക്ക് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മുഴുവൻ വിത്താ. ഇത് കണ്ടോ കണ്ടോ പഴത്തിന് മധുരം ഉണ്ടോ ആവോ. പഴത്തിൻ്റെ ചുവയൊക്കെ ഉണ്ട്. ഇതുമേ തിന്നാവുന്നതാണോ? വേറെ ഒരെണ്ണം കുലച്ച് നിൽക്കുന്നത് വേണ്ടി ഇതാണേ. ഇരട്ടപ്പഴങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എപ്പോഴും കാട്ടുമൃഗശല്യം ഉണ്ട് കേട്ടോ. ഞാനതാ പിന്നെ അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും പറയാത്തത്. എവിടുന്നെങ്കിലും വിളവെടുക്കാറാകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാബേജൊക്കെ നിറച്ച് കായ്ച്ച് നിന്നാലും മുള്ളൻ വന്നിട്ട് അതിൻ്റെ പകുതിക്കേ വെച്ച് തിന്നിട്ടങ്ങ് പോകും. അല്ലെങ്കിൽ കുഞ്ഞ് തൈകളൊക്കെ വളർന്നു വരുമ്പോഴത്തേനും ഒരു 4 ഇല 5 ഇലയൊക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ മണ്ട വന്ന് വെട്ടിയിട്ടിട്ട് പോകും. അതുകൊണ്ടാണ് നമുക്ക് കുമിളിയിൽ കൃഷി ചെയ്യുന്നത് പോലെ വലിയൊരു സംഭവം എനിക്കിവിടെ കാണിക്കാൻ പറ്റാത്തത്. കാരണം എന്തെങ്കിലും ഒരു പ്രതിസന്ധി എപ്പോഴും ഇങ്ങനെ നമ്മൾ തരണം ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ. കുമിളിയിലായിരുന്നെങ്കിൽ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ചുറ്റും മതിലുണ്ടായിരുന്നു, ടൗണിന് അടുത്തായിരുന്നു. അതുകൊണ്ട് കാട്ടുമൃഗശല്യമൊന്നും ഇല്ലായിരുന്നു, മറ്റുള്ള ശല്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമായിരുന്നു, അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു തൈ നട്ടു, ഒരു പ്രദേശം തൈ നട്ടു, അതൊന്ന് വളർന്നൊരു 2 ഇല 3 ഇല ആകുമ്പോഴത്തേനും എന്തെങ്കിലും വന്നങ്ങ് തിന്നിട്ട് പോകും. പിന്നെ അത് പറിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് പിന്നെ അതുപോലെ പ്ലാന്റ് ചെയ്യണം. പക്ഷേ നമുക്കിതിനൊരു സൊല്യൂഷൻ കാണാനും പറ്റത്തില്ല. ഇതിന് നമ്മൾ പറ്റാവുന്നത്രയും വേലികളൊക്കെ കെട്ടി അത് കിഴിച്ച് കയറി വരുന്നിടം കെട്ടി വെക്കും. അത് അടുത്ത സ്ഥലം കിഴിച്ച് കയറി വരും. അങ്ങനെ ഭയങ്കര ശല്യമുണ്ട്. അതുകൊണ്ടാണ് അത് മിക്കവാറും ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്, സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും ഒരു വലിയ സംഭവമൊന്നും ഇവിടെ കാണിക്കാൻ പറ്റാത്തത്. കഷ്ടപ്പാടിന് ഇരട്ടി കഷ്ടപ്പാടും നടത്തുന്നുണ്ട്. അതിനകത്തുനിന്ന് നമുക്കൊരു ഇൻകം കിട്ടാനുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോടൊക്കെ വരാൻ എൻ്റെ എറണാകുളത്ത് വന്നവരെല്ലാം ചോദിച്ചത് എപ്പോഴാണ് പിൻസി ഞങ്ങൾ വരണ്ട, ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയെന്നാണ് പറഞ്ഞു വരാൻ. അതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ വരണ്ട എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളിവിടം വരെ വന്നിട്ട് എന്നെ കാണാൻ പറ്റും, എനിക്ക് ആര് വരുന്നതിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ വരുമ്പോൾ കൃഷിയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കാണിക്കുക. ഇത് കണ്ടോ, അത് സ്ട്രോബെറി നട്ട സ്ഥലമാണ്. സ്ട്രോബെറിക്ക് വേണ്ടി നമ്മൾ ഉഴിഞ്ഞു വെച്ച സ്ഥലമാണ് ഇതല്ല. പക്ഷേ സ്ട്രോബെറി നമുക്ക് ശരിയായി കിട്ടിയില്ല. ഇത് പറിച്ച് കളയാനും മടി. സത്യത്തിൽ അത് മുരഞ്ഞ് നിൽക്കുകയാണെങ്കിലും അതിന് വിളവ് കിട്ടുമെന്ന് അറിയത്തില്ലെങ്കിലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും തൈ മേടിച്ച് ഇത്രയും പണിയെടുത്ത് ഇത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ അത് ചുമ്മാ ഇങ്ങനെ ഒന്ന് പിഴുത് കളയുക എന്ന് പറയുന്നത് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇനി നിവൃത്തിയില്ലെങ്കിൽ ഇത് പറിച്ച് മാറ്റിയിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യും. അതുപോലെ നമ്മളുടെ ഇതെല്ലാം ഈ മുകളിൽ കാണുന്നതും ഇപ്പുറത്ത് കാണുന്നതും എല്ലാം നമ്മൾ സ്ട്രോബെറിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുന്നിലോട്ട് കാണിക്കാം. കണ്ടോ, ഇതെല്ലാം നമ്മൾ സ്ട്രോബെറിക്ക് വേണ്ടിയിട്ട് വെച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ സംസാരിച്ച് ഒരുപാട് നേരമല്ലേ, ഒത്തിരി കാലം കൂടിയല്ലേ നമ്മൾ കൃഷി സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നീളവും കൂടെ വന്നു. ഞാൻ ശ്രമിച്ച് നോക്കട്ടെ, നമുക്ക് നന്നായിട്ട് ശ്രമിച്ച് നോക്കട്ടെ എന്നല്ല, ശ്രമിച്ച് നോക്കിക്കൊണ്ടേയിരിക്കുക. ഈ കാട്ടുമൃഗശല്യം ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ നമുക്ക് എന്തുകൊണ്ടും കൃഷി ഒരു ഭയങ്കരമായിട്ട് ചെയ്യാൻ ഇവിടെ വന്നിട്ട് പറ്റിയിട്ടേയില്ല. ഈ സ്ഥലത്ത് വന്നതിൽ പിന്നെ നമുക്കൊരു നല്ല ഒരു ഈൽഡ് ഇവിടുത്തെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടേയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പണികളെല്ലാം നന്നായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനൊരു പ്രതിസന്ധിയുണ്ട് ഇവിടെ. കുമളിയെ സംബന്ധിച്ച് നല്ല സ്ഥലമായിരുന്നു. നല്ല സ്ഥലമെന്ന് പറഞ്ഞാൽ കണ്ടം മണ്ണായിരുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും അതിനുള്ള ഫലം നമുക്ക് കിട്ടുമായിരുന്നു. ഇവിടെ പക്ഷേ നമുക്ക് അത്രയും അങ്ങോട്ട്, അതുകൊണ്ടാണ് ഈ മാനസികമായിട്ടുള്ള നമുക്ക് മടുപ്പും കൂടെ വരുന്നത്. ചില സമയം അങ്ങ് മടുത്തു പോകും. ഭയങ്കര മടുപ്പ് അങ്ങ് തോന്നും. എനിക്ക് തോന്നുന്നു മിക്കവാറും സംസാരിക്കുന്നവരോടൊക്കെ പറഞ്ഞിട്ട് കാണും, ഞാൻ അങ്ങ് മടുക്കുക എന്ന് പറഞ്ഞു കാണും. അതല്ല ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് വരുന്ന മടുപ്പുകൾ. എന്തായാലും മടുത്തിരുന്നിട്ട് നമുക്ക് കാര്യമില്ല. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്.
അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മൾ പല ഘട്ടങ്ങളെ ഇങ്ങനെ തരണം ചെയ്ത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണല്ലോ നമുക്ക് നല്ലൊരു എന്താ പറയുക, നമ്മൾ സ്വപ്നം കണ്ടിടത്തേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അപ്പം ഇന്നലെ എറണാകുളം പോയിട്ട് വന്നതിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും എല്ലാ ദിവസങ്ങളിലും കണ്ടുകൊണ്ടിരുന്ന് കാണും. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാനൊരിക്കലും വിചാരിച്ചില്ല എന്നെ ഇത്രയും ആളുകൾ ഇത്രയും മാനസികമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും വിചാരിച്ചിരുന്നില്ല. അവരുടെ വീട്ടിലെ ഒരാളെപ്പോലെ, അവരുടെ ഏറ്റവും അടുത്ത സൗഹൃദത്തിലെ ഒരാളെപ്പോലെ, അല്ലെങ്കിൽ ഒരു ചേച്ചിയെപ്പോലെ, അല്ലെങ്കിൽ ഒരു അനിയത്തിയെപ്പോലെ, മകളെപ്പോലെ, ആൻറ്റിയെപ്പോലെ, അമ്മയെപ്പോലെ ഒക്കെ കാണുന്ന ഒരുപാട് ആളുകളെ കണ്ടു. കാണാത്ത ഇനിയും അതിലും ഒരുപാട് ആളുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജും കോളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ചേച്ചി അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ പോയല്ലോ, ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. എന്തായാലും അവരെയൊക്കെ നമുക്കിനി വേറൊരു അവസരങ്ങളിൽ കാണാം.